ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നീണ്ടൂർ പാർക്കിലാണ് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണസന്ധ്യതിനെ കണ്ടോ ന്യൂസേ, ഈ മുതലിന് പനിയായിരുന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഓണമൊന്നും അങ്ങനെ ആഘോഷിച്ചില്ല. മെഡിക്കൽ കോളേജ് ഈസിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ നീണ്ടൂർ പാർക്കിൽ നിന്ന് പാർക്കിൽ കയറി. ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് 150 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ മിമ്പിളോ നമുക്ക് നോക്കുന്നത്. സിലോപ്പി കിടപ്പുണ്ട് കേട്ടോ, സിലോപ്പി. മുയലിന്റെ കൂടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു വേ ഉണ്ട് കേട്ടോ, ഇങ്ങനെ 2 സൈഡിലും ജാതിത്തോട്ടൊക്കെ ആയിട്ട് നല്ല രസമാണ്. 2 സൈഡിൽ ചെടികളൊക്കെ ഉണ്ട്. ആ ജാതിത്തോട്ടത്തിന് വന്നിപ്പോൾ നേരെ ഇങ്ങനെ ഒരു വഴിയിലേക്ക് വന്ന് കിടം. റൈറ്റ് സൈഡൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാം. ഇവിടെ ഒരു മീൻ ടാങ്കൊക്കെ ഒരു കുളമൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ കാണാം. ഇവിടെ ഒരു കർഷക മ്യൂസിയം ഉണ്ട്. അത് നമുക്ക് നോക്കണം കേട്ടോ. കാർഷിക മ്യൂസിയം എന്ന് പറയാം കേട്ടോ, കാർഷിക മ്യൂസിയം. അപ്പം അങ്ങനെ ഒരു സംഭവം സ്ഥിതി കൊള്ളുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് പഴയ കാര്യങ്ങളെക്കുറിച്ച്, പഴയകാല കൃഷി രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയും. ആദ്യത്തെ ഷെൽഫ് ഇരിക്കുന്നത് ഈ തടി ചിരവയൊക്കെയാണ് കേട്ടോ. അതിൽ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാം കിണ്ടി, പണ്ടത്തെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നില്ലെന്നാണ്. അത് നമുക്ക് ഗ്ലാസ്സുകളൊക്കെ കാണാം. നേരെ കാണുന്നത് ഈ സ്വർണ്ണമാക്കി ഇട്ട് വെക്കുന്ന പണ്ടത്തെ കാലത്ത് പെട്ടികളാണ്. അതെല്ലാം കുരിശി, കിണ്ടി. ഇത് ഏകദേശം മനസ്സിലാകുന്നുണ്ടായിരിക്കില്ലേ, പണ്ടത്തെ തവിയാണ്. ഈ നമ്മുടെ ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തവിയാണത്. ഇത് പിന്നെ നമുക്കറിയാമല്ലോ, നാഴി ഭയങ്കര കൗതുകരമാണ് കേട്ടോ. പണ്ടത്തെ നാഴി ഞാൻ പറയട്ടെ, നമ്മുടെ കാലത്തൊന്നുമില്ല. ഈ സൈഡിൽ ഇരിക്കുന്നൊരു ചെറിയ നാഴിയുണ്ട്. ഈ ഇരിക്കുന്ന ഐറ്റമുള്ളപ്പോൾ നമ്മളുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇത് നാഴിയാണ്. പണ്ടത്തെ കാലത്ത് നെല്ല്, അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അളന്ന് മേടിക്കാനും കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഉപകരണമാണ് കേട്ടോ. ഇത് ഭയങ്കര രസമായിട്ടുണ്ടല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ സമയത്തൊക്കെ ചുറ്റുപാത്രമാണോ ഇതെന്നുള്ളത് നമുക്ക് നോക്കറിയാം. പണ്ടത്തെ സമയക്കാലത്തൊക്കെ ചോറൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചുറ്റുപാത്രമാണ് കേട്ടോ. ഇത് വിളക്കിൻ്റെ ഒരു ശേഖരണമാണ്. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. പണ്ട് കാലം തൊട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വിളക്കുകളുണ്ട്. പിന്നെ ചിമ്മിനി വിളക്കുകളുണ്ട്. പിന്നെ നമുക്ക് പുറകിൽ ഗ്ലാസ് മോഡൽ നല്ല ഭംഗിയുണ്ടല്ലോ എന്തായാലും കാണാം അല്ലേ. അതുകൊണ്ട് താഴത്തിൽ ഒരു കുഞ്ഞ് ഡെപ്പുണ്ട്. പണ്ടത്തെ മണ്ണെണ്ണ വിളക്കാണ്, തിരികേറ്റിടാണ് ടൈപ്പുള്ള വിളക്കാണ് അതൊക്കെ. ഇത് പണ്ട് കാലത്ത് കള്ളി എത്താൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പിന്നെ അതുപോലെ കൂജിയുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെയാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഈ സാധനമൊക്കെ ഇപ്പോൾ കാണാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ ഒരു അടിപൊളി മീൻ ടാങ്ക് കണ്ടു കേട്ടോ, മീൻകുളം. ഇതിന് നടക്കാട്ട് ഇതേ നോക്കുന്നുണ്ടോ, ഇത് രസം നോക്കി. അത് കിടക്കുന്ന മീനൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ കാണുന്നൊരു ലെവലല്ല. നേരെ നോക്കി നമുക്ക് ചിലപ്പോൾ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നോക്കി കണ്ടോ, സമാനി വലിപ്പമുള്ള മീനുകളാണ്. കട്ടളയൊക്കെ ഉള്ളത് വലിയ ഏകദേശം മീനുകളുണ്ട്. വാള ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. എത്ര പീസ് നമുക്കറിയില്ല. നമുക്ക് പിന്നെ ഒരിക്കൽ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് രാത്രി കയറി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇരുന്ന് കാറ്റൊക്കെ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ.
ഒരു രക്ഷയില്ല കേട്ടോ. അതെ അവിടെ നിന്ന് നല്ല അവിടെ നിന്നുള്ള നല്ല വ്യൂ. മൊത്തം അങ്ങോട്ട് മൊത്തം പാടവും തെങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നല്ല കാറ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വീശുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ. ഇതിന് തൊട്ടപ്പുറത്ത് പറഞ്ഞൊരു കുട്ടികളുടെ പാർക്കുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറാം. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പാർക്കിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ് ഇങ്ങനെ ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമുള്ളത്. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ നമ്മൾ ആദ്യം വന്ന പ്ലേസുണ്ട്, അതാണ്. അവിടെ വന്നിട്ടാണ് നമ്മൾ അവിടുന്ന് റൈറ്റ് എടുത്ത് ആ വഴി കയറിപ്പോയി. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മീനുകളൊക്കെ കണ്ട് കർഷക മ്യൂസിയത്തിലൊക്കെ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാർക്കിലേക്ക് ഒന്ന് കയറി പോകാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിലെത്തി കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാപ്പനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടത്. നമുക്ക് അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. അവർ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. നമുക്ക് വിഷുവിൽ പോകുന്ന വഴിക്ക് തന്നെ കാണാം. കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം അവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ്. ഇനിയിപ്പം ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് നേരത്തെ വരാം. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ജസ്റ്റ് എല്ലായിടത്തൊക്കെ ഒന്ന് കയറി ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.